എടക്കൽ ഗുഹയിലേക്കുള്ള യാത്രയിലാണ്. വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് എടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ അമ്പലവയലിന് സമീപമുള്ള അമ്പുകുത്തിമലയുടെ മുകളിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹയിലെത്താൻ ചെറിയൊരു ട്രെക്കിംഗ് നടത്തണം. ഏകദേശം 1 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറി വേണം അവിടെ എത്താൻ. നടക്കുന്ന വഴികളിലെല്ലാം ഒരു ആതിഥേയരെ പോലെ വാനരന്മാരെ റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണാൻ കഴിയും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലമാണ് എടക്കൽ ഗുഹ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത്. 50 രൂപയാണ് ഇവിടെ ഒരാൾക്ക് പ്രവേശന ഫീസ്. രാവിലെ നേരത്തെ എത്തുന്നത് ഇവിടുത്തെ തിരക്കൊഴിവാക്കാൻ സഹായിക്കും. എടക്കൽ എന്നത് പാറയുടെ നടുവിലുണ്ടായ വിള്ളലിൻ്റെ ഇടയിലേക്ക് മുകളിൽ നിന്നും വീണ് കിടക്കുന്ന ഒരു വലിയ കല്ലാണ് ഈ പേരിന് ആധാരം. കുത്തനെയുള്ള മല കയറി വേണം മുകളിലെത്താൻ. മാനമുട്ടി നിൽക്കുന്ന വലിയ പാറകൾ കാണാം. വലിയ വലിയ പാറയിടുക്കുകൾ. പാറയുടെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നത് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4000 അടി ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചില അടയാളങ്ങൾ ഇന്നും ഇവിടെ ഈ കല്ലുകളിൽ ജീവിക്കുന്നുണ്ട്. ഇത് സാധാരണ ഗുഹയല്ല. മനുഷ്യരുടെ ആദിമ ജീവിതത്തിൻ്റെ കഥകൾ പറയുന്ന ഒരു ശിലാലിഖിത മ്യൂസിയമാണ്. എടക്കൽ ഗുഹകളെ ലോകപ്രശസ്തമാക്കിയത് ഇവിടെയുള്ള പുരാതന ശിലാചിത്രങ്ങളാണ്. ഇവയിൽ ചിലത് ഏകദേശം 6000 വർഷത്തിലധികം പഴക്കമുള്ളവയാണെന്ന് ചരിത്ര ഗവേഷകർ വിശ്വസിക്കുന്നു. മനുഷ്യരുടെ രൂപങ്ങൾ, മൃഗങ്ങൾ, വേട്ടയാടുന്ന കാഴ്ചകൾ, രഹസ്യചിഹ്നങ്ങൾ ഇവയെല്ലാം കല്ലിൽ കൊത്തിയ നിലയിൽ ഇവിടെ നിന്നും കാണാൻ കഴിയും. 1980-ൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ വേട്ടയ്ക്കിടെ ഈ ഗുഹ കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യരുടെ അടയാളങ്ങൾ ഇന്നും ഈ കല്ലുകളിൽ കാണാം.